വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ കേരള സിലബസിൻ്റെ മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ റെസിപ്രോക്കൽസ് അല്ലെങ്കിൽ വിപരീത ഭിന്നങ്ങൾ. 1, 2, 3 ചാപ്റ്ററൊക്കെ പഠിച്ച കുഞ്ഞുങ്ങളെ വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. ഒരുവിധമുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം നമ്മൾ ഞാൻ നേരത്തെ ലിങ്ക് ഇട്ടതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ? അതിനകത്ത് കയറി നോക്കണം കേട്ടോ. ഒരുവിധമുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കയറി കാണണേ. ഇനി നമുക്ക് 4ാമത്തെ ചാപ്റ്ററാണ് എന്താ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിപരീത ഭിന്നങ്ങൾ. നോക്കൂ കുഞ്ഞുങ്ങളെ, അത് ഇതിനകത്തിൽ പാടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടാണ്, എന്നാൽ എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് എന്ന് പറയുന്നൊരു പാഠമാണ്. നോക്കാം കുഞ്ഞുങ്ങളെ. അതായത് ഇപ്പം ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ 1, 2, 3 അതായത് 1, 2, 3 ചെല്ലത്തില്ലേ, അങ്ങനെ ചെല്ലുന്ന നമ്പറുകളെല്ലാം നമ്മൾ എഴുതുന്ന എന്താ? ഇങ്ങനെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഒരു എക്സാമ്പിൾ 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 6/1 എന്നാണ്, അല്ലയോ? 6 എന്ന് പറഞ്ഞിപ്പം ഞാനിപ്പോൾ 7 ഇവിടെ എഴുതുക. 7ൻ്റെ അർത്ഥം എന്താ കുഞ്ഞുങ്ങളെ? 7ൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു 1 കൂടി ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തോണം. അതിൻ്റെ അർത്ഥം അങ്ങനെയാണെന്ന് ഓർത്തോണം. അങ്ങനെയാണെങ്കിൽ 10 എന്ന് പറഞ്ഞാലും എന്താ? 10/1 എന്ന് ആണെന്ന് ഓർക്കണം. ആദ്യമേ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ നാച്ചുറൽ നമ്പർ, ഈവൻ നമ്പർ, ഓൾ നമ്പർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പം ഇങ്ങനെ ഈ പറയുന്ന നമ്പറിൻ്റെ എല്ലാം എന്താ അതിൻ്റെ എല്ലാ അടിയിൽ അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താ ഈ മുകളിൽ തരുന്നതിന് എന്താ കുഞ്ഞുങ്ങളെ പറയുന്നത്? ഞാനിവിടെ എഴുതാം, ന്യൂമറേറ്റർ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ മലയാളംകാരെന്തോ നിങ്ങളെ പറയുന്നത്? ഇതിനെ അംശം എന്നും താഴെ ഛേദം എന്നുമാണ് പറയുന്നത്. അംശമെന്നും ഛേദമെന്നും, മുകളിൽ ന്യൂമറേറ്ററും താഴെ ഡിനോമിനേറ്ററും. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്നുണ്ട് 10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 10/1. ഇനി നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ? റെസിപ്രോക്കൽ എന്നാണ്. എന്താ? വിപരീത ഭിന്നങ്ങൾ. ഇതേ ഉള്ളൂ. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 6/1 ആണെന്ന് പറഞ്ഞു അല്ലേ? അതിനെ നിങ്ങൾ റെസിപ്രോക്കൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം? നേരെ തലതിരിച്ചെഴുതണം. അതായത് 6/1നെ 1/6 ആയിട്ട് അങ്ങ് എഴുതുക. ഇതിനെയാണ് എന്ത് പറയുന്നത്? റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? അതായത് ഇപ്പൊ 7ന്റെ റെസിപ്രോക്കൽ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ എഴുതേണ്ടത്? അപ്പം നിങ്ങൾ ഉദ്ദേശിച്ചോണം. ഇപ്പം 7ന്റെ റെസിപ്രോക്കലാ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? 7 എന്ന് പറയുന്നതിൻ്റെ അടിയിൽ എന്തുണ്ട്? 1 ഉണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് എഴുതുമ്പോൾ റെസിപ്രോക്കൽ എന്താ നിങ്ങളെ? 1/7 ആണെന്ന് ഓർത്തോണം. ഇനി നമ്മൾ എന്താ? താഴെ 1 ഉണ്ടെന്ന് പറയത്തില്ല. അത് നിങ്ങൾ മനസ്സിലറിയേണ്ട കാര്യമാണ്. അതിൻ്റെ താഴെ അതായത് ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഉണ്ടെന്ന് ഓർത്തോണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടെന്ന് ഓർത്തോണം. അതിനെ റെസിപ്രോക്കലിലോട്ട് മാറ്റുമ്പോൾ 1/7 ആണെന്ന് ഓർത്തോണം. ഇപ്പോൾ പിടികിട്ടിയോ? ഇനി നമ്മൾ എപ്പോഴും പറയത്തില്ല താഴെ 1 ഉണ്ട്, അതായത് ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് ഇനിയും പറയില്ല. നിങ്ങളത് മനസ്സിൽ വിചാരിക്കേണ്ട കാര്യമാണ്. നോക്കിക്കേ, 11ന്റെ റെസിപ്രോക്കൽ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ട് 11/1 ആണ്. അതിനെ തലതിരിച്ച് എഴുതി വെക്കുന്നതിനെ എന്തോ നിങ്ങളെ? റെസിപ്രോക്കൽ. എളുപ്പമല്ലേ? എളുപ്പമാണോ? എന്താ നിങ്ങളെ? തന്നിരിക്കുന്ന ചോദ്യത്തിനെ നേരെ തലതിരിച്ച് എഴുതി വയ്ക്കുക. അത്ര ഓർത്താൽ മതി കേട്ടോ. ഇപ്പം എന്താ? 2/7ന്റെ റെസിപ്രോക്കൽ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? അത് നേരെ തലതിരിച്ച് 5/2. മനസ്സിലാവുന്നുണ്ടോ? 2/5ന്റെ റെസിപ്രോക്കൽ എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങളെ? 5/2 എന്നാണ്. അങ്ങനെയെങ്കിൽ 10/100, 10/100ന്റെ റെസിപ്രോക്കലോ? 100/10. നേരെ അതായത് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററാക്കി എഴുതുക, ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററാക്കി എഴുതുക. അങ്ങനെയെങ്കിൽ 6.5ന്റെ റെസിപ്രോക്കൽ എഴുതിയേ 6.5. എന്തോ ആയിക്കോട്ടെ, നമുക്കറിയാം അതിൻ്റെ അടിയിൽ എന്തുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ 1 ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ റെസിപ്രോക്കലോട്ട് മാറ്റാൻ പറഞ്ഞാൽ 1/6.5 എന്ന് എഴുതണം. ഇത്ര അറിയാമെങ്കിൽ ഒരുവിധം നിങ്ങൾ പഠിച്ചു. ഓക്കെ ആണോ നിങ്ങളെ? ഇനി ഞാൻ പറയണോ? എന്താ? അതായത് നമ്മൾ നോർമലി നിങ്ങളൊന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താ? നോർമലി നമ്മൾ 1, 2, 3 ചെല്ലത്തില്ലേ? 1, 2, 3 അങ്ങനെ എഴുതുന്നതിൻ്റെ എല്ലാം അടിയിൽ എന്തുണ്ട്? ഡിനോമിനേറ്ററിൽ എന്തുണ്ടോ നിങ്ങളെ? 1 ഉണ്ട് കേട്ടോ. അപ്പം നമ്മളതിനെ റെസിപ്രോക്കലോട്ട് മാറ്റുമ്പോൾ എന്തെഴുതണം? ആ 1നെ മുകളിൽ എഴുതിയിട്ട് വേണം 6നെ താഴെ എഴുതാൻ. ഇപ്പം പിടികിട്ടിയോ? ഇനി പറയണോ നിങ്ങളെ? വേണോ? ഒന്നുകൂടെ പറയണോ? ഇതെല്ലാം കണക്ക് ചെയ്ത് വെച്ചിരിക്കും അല്ലേ?
ഒന്നും കൂടി ഞാൻ വേണേൽ പറയാം കുഞ്ഞുങ്ങളെ, കാരണം നമ്മൾ കൂടുതൽ ഞാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായില്ല, നിങ്ങളെ അത് നിങ്ങളത് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്. നോക്കൂ കുഞ്ഞുങ്ങളെ, 3 എന്ന് പറയുന്നതിൻ്റെ റെസിപ്രോക്കൽ ഇത്രയേ ഉള്ളൂ. എന്താ 3 1/3 എന്നാണ്. എന്തുകൊണ്ടാണ് 1/3 ആയത്? ഇതിൻ്റെ അടിയിൽ 1 ഉണ്ടായിരുന്നു ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 4.8 എന്ന് പറയുകയാണ്. എന്താ, ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ അത് ഓർത്തോണം. അപ്പോൾ എന്താ 1/4.8 മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ 296 പിന്നെ 0.85 ഏതോ സംഖ്യ ആയിക്കോട്ടെ, അതിൻ്റെ അടിയിൽ ആരുണ്ട്? 1 ഉണ്ട്. അപ്പം 1/296.85. ഇപ്പോൾ പിടികിട്ടിയോ? 8ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 1/8. 10ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 1/10. ഇങ്ങനെ വന്നു. ഇതിലെല്ലാം അടിക്ക് ആരുണ്ട്? 1 ഉണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചോണം. ഇപ്പം പിടികിട്ടിയോ? അതായത് ഇപ്പം ഇത് ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ? ഒന്ന് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചത്. അത് നോക്കുക കുഞ്ഞുങ്ങളെ, ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും തമ്മിൽ ഗുണിച്ചാൽ എപ്പോഴും 1 ആയിരിക്കും. മനസ്സിലായോ? അതായത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും എഴുതുമ്പോൾ മനസ്സിലാവും കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും, ഉദാഹരണം ഞാൻ പറയാം 4ൻ്റെ റെസിപ്രോക്കൽ എഴുതുക. 4 എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താ, 4ൻ്റെ താഴെ 1 ഉണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 1/4 ആണ്. സംശയമില്ലല്ലോ. ഇനി നമ്മൾ എന്താ പറഞ്ഞാൽ, അതിനെ ഗുണിച്ചാൽ, അതിനെ മൾട്ടിപ്പിൾ ചെയ്താൽ 1 × 4 4, 1 × 4 4, 4നെ 4 വെട്ടിപ്പോയാൽ, അതായത് 4/4 അതേ സംഖ്യകൾ തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 1 ആയിരിക്കും. സംശയം ഉണ്ടോ നിങ്ങളെ? അതും അല്ലെങ്കിൽ എന്താണ്, ഈ 4നെ ഈ 4 വെട്ടിപ്പോവും. മുകളിൽ കിടക്കുന്നതിനെ താഴെ കിടക്കുന്ന സംഖ്യ കൊണ്ട് വെട്ടിപ്പോവും. അതൊക്കെ അറിയാമോ? അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ചില കുട്ടികൾക്ക് കുറച്ച് നല്ലപോലെ അറിയാവുന്ന കുട്ടികൾ എന്താ, ഈ 4നെ ഈ 4ഉം വെട്ടിപ്പോവും, ഈ 1നെ ഈ 1ഉം വെട്ടിപ്പോവും. പിന്നെ അവിടെ എന്താ 1 ആണ് കിട്ടുന്നതെന്ന്. ഇപ്പം പിടികിട്ടിയോ? ഇനി അടുത്ത 3/6ൻ്റെ റെസിപ്രോക്കൽ. 3/6 നമുക്ക് ഓൾറെഡി നമ്മൾ 1 ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ നമുക്ക് എന്താണ് 6 ഉണ്ട്. അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? 6/3 ആണ്. ഞാനിപ്പോൾ പറഞ്ഞ രീതി വെച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒന്നുകിൽ 3 × 6 18, 6 × 3 18. എപ്പോഴും ഓർത്തോണം എന്താ, ഇപ്പോൾ 10/10 എന്ന് വെച്ചാൽ നമുക്ക് എന്താ ഫുൾ ഉണ്ടെന്ന്, 10ൽ 10 മാർക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഫുള്ളല്ലേ. അപ്പം നമുക്ക് 1 എന്നിടണം കേട്ടോ. ഇപ്പോൾ 20/20 എന്ന് കേട്ടാൽ അതിൻ്റെ അർത്ഥം 1 എന്നാണ്. അതായത് 20ൽ 20 ഉണ്ട്. പിന്നെ 10/10 നമ്മൾ എഴുതിയായിരുന്നു 1. ഏതൊരു സംഖ്യ അതേ സംഖ്യയിൽ തന്നെ മുകളിലും താഴെയും വരുമെങ്കിൽ ആൻസർ 1 ആണെന്ന്. ഓക്കെ ആണോ? ഇവിടെ നോക്കിയേ, 3 × 6 18 ആണ്, 6 × 3 18 ആണ് അല്ലേ? 80/80 1 ആണ്. മുമ്പ് ഞാൻ പറഞ്ഞ രീതി വെച്ച് മുകളിൽ കിടക്കുന്നതിനെ ഏതാണ്ട് 3 വെട്ടിപ്പോയി. എത്ര വെട്ടം? 1 വെട്ടം. 6നെ 6 വെട്ടിപ്പോയി, 1 വെട്ടം. 1 × 1 1. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന, ഏത് രീതി വേണമെങ്കിലും മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യാവുന്ന. ഇപ്പം പിടികിട്ടിയോ ഞങ്ങളെ? അതായത് 4 എന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അല്ലേ? 4 എന്ന് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കണം. 4ൻ്റെ അടിയിൽ 1 ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റെസിപ്രോക്കലിലോട്ട് മാറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നേരെ തലതിരിച്ചിടുക. നമ്മളോട് മൾട്ടിപ്പിൾ ചെയ്യാനല്ലേ പറഞ്ഞത്, ഗുണിക്കാനല്ലേ പറഞ്ഞത്. അപ്പം നമ്മളെ ഗുണിക്കുമ്പോൾ നേരെ ചെയ്തിട്ട് കണ്ടോ, ഒരേപോലത്തെ സംഖ്യകളാണ് വരുന്നെങ്കിൽ 1 വരുന്നതെന്നും അറിയണം. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായോ നിങ്ങളെ? കാരണം ഇനി അങ്ങോട്ട് പോകുന്തോറും പുതിയ മെത്തേഡുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോ ഇതും ചെറുത് മുതലേ പഠിപ്പിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഒരു സംശയമില്ലല്ലോ നിങ്ങളെ കേട്ടോ. കുറേ ഞാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല, പഠിപ്പിച്ച അത്രയും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണേ. അടുത്ത അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ ഡിജിറ്റുകൾ വെച്ചല്ലേ ചെയ്തത്. നോക്കിക്കേ, x/y = x/y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x/y അല്ലേ എന്ന് പറഞ്ഞാൽ അതിനെ റെസിപ്രോക്കലിൽ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? y/x. നേരെ തലതിരിച്ചിട്ടാ പോരെ. എന്താ കുഞ്ഞുങ്ങളെ? y/x. അതായത് ഈ എക്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഏതൊരു സംഖ്യകളുടെയും അടിയിൽ എന്തുണ്ടെന്ന് ഓർത്താൽ മതി, 1 ഉണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എങ്ങനെ എഴുതും? 1/x. ഇനി ഞാൻ പറയണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ഞാൻ കുറേ പറഞ്ഞല്ലോ. ഇപ്പോൾ 6 എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ 6ൻ്റെ റെസിപ്രോക്കൽ എഴുതും? 1 മാർഗ്ഗമാണ്. എങ്ങനെ എഴുതും? നമുക്കറിയാം 1/6. ഞങ്ങൾക്കറിയാം. ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് അവിടെ 1/6 എന്ന് പറഞ്ഞത്? ഇതിൻ്റെ അടിയിൽ ആരുണ്ടെന്ന് ഓർത്തോണം? 1 ഉണ്ടെന്ന് ഓർത്തോണം. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ നമുക്കിനി ടെസ്റ്റിലോട്ട് കയറാം. ടെസ്റ്റിൽ നോക്കിയേ, ടെസ്റ്റിലെ കണക്ക് നമുക്കൊന്ന് നോക്കിയിട്ട് എക്സസൈസിലോട്ട് കയറാം. നോക്കിക്കേ, വിപരീത ഭിന്നങ്ങൾ. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ,
ഭാഗവും മടങ്ങും. ഭാഗവും മടങ്ങും, ഡിവിഷനും മടങ്ങെന്ന് വെച്ചാൽ ടൈംസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ടൈംസ്. ഒരു പാക്കറ്റിൽ 2 പേനയുണ്ട്. ഇവിടെ നോക്കിയേ, ഈ ഒരു പാക്കറ്റിൽ എത്ര ഉണ്ടോ നിങ്ങളെ? 2 പേനയുണ്ട്. ഈ ഒരു പാക്കറ്റിലോ 8 എണ്ണം ഉണ്ട്. ഈ ഒരു പാക്കറ്റിൽ 8 എണ്ണം ഉണ്ട്. പടം കാണുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച് തന്നെ പോകണം. കാരണം ഇനി അങ്ങോട്ട് പോകുന്തോറും അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയാൻ വയ്യാതാവും. അതുകൊണ്ട് എവിടാണോ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് അവിടെ നിർത്തിയിട്ടിട്ട് വീണ്ടും ബാക്കിലോട്ട് അടിച്ചിട്ട് ഒന്നുകൂടി കയറി വരിക കേട്ടോ. ഇച്ചിരി സമയം എടുത്താലും വേണ്ടിയില്ല, പഠിച്ച് തന്നെ പോകണം കേട്ടോ. ഒരു പാക്കറ്റിൽ നോക്കൂ നിങ്ങളെ 2 പേനയുണ്ട്, സംശയമില്ലല്ലോ. ഒരു പാക്കറ്റിൽ 8 പേനയുണ്ട്. ഇവ രണ്ടും 2 തരത്തിൽ നമുക്ക് ഒത്തുനോക്കാം. എങ്ങനെ പറയാം നമുക്ക്? അതായത് ഈ 2 എണ്ണം ഉണ്ട്, ഇത് 8 എണ്ണം ഉണ്ട്. ഈ 2 എണ്ണത്തിനേക്കാൾ ഇത് എത്ര കൂടുതലുണ്ടോ നിങ്ങളെ? 6 എണ്ണം കൂടുതലുണ്ട് അല്ലേ? ഇത് 8 എണ്ണമല്ലേ? അപ്പം നമ്മൾ എങ്ങനെ പറയും? 6 എണ്ണം കൂടുതലാണെന്ന് പറയുന്നു. ഇപ്പോൾ പിടികിട്ടിയോ? സംശയം ഉണ്ടോ നിങ്ങളെ? ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട് അല്ലേ? 6 മോർ അല്ലേ? കൂടുതലാണ്. ഇംഗ്ലീഷുകാർക്ക് എന്താ പറയുക നിങ്ങളെ? മോർ. 6 കൂടുതലാണ്. ഇത് ഈ 2-നേക്കാൾ 6 എണ്ണം കൂടുതലാണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ ഇതോ, ഇവിടെ 6 എണ്ണം കുറവാണ്. ഏത്? ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് തെറ്റല്ലേ നിങ്ങളെ? ഈ ആരോമാർക്കൊക്കെ അറിയണേ. ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 8 എണ്ണം ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ അതിനെ എങ്ങനെ പറയുമെന്ന്? ഈ 2 എണ്ണത്തിനേക്കാൾ 6 എണ്ണം ഇതിൽ കൂടുതലാണ്. ഓക്കെ ആണോ? എന്താണ്? 6 മോർ 6 കൂടുതലുണ്ട്. ഇവിടോ തിരിച്ച് ഇങ്ങോട്ട് പറയുവാണെങ്കിൽ എന്ത് പറയും? ഇതിന് ഞാൻ ഇപ്പം ഈ പേനയേക്കാൾ 6 എണ്ണം ഇവിടെ കുറവുണ്ടെന്ന്. ആരോ മാർക്ക് കണ്ടോ? ഇങ്ങോട്ടായപ്പോൾ കൂടുതൽ, ഇങ്ങോട്ടായപ്പോൾ കുറവ്. ഇതിപ്പോൾ മനസ്സിലായോ? അപ്പം നമ്മൾ അതിനെ മടങ്ങായിട്ടും, നമ്മുടെ ചോദ്യം എന്താണ്? മടങ്ങും ഭാഗവും, ടൈംസ് ആൻഡ് പാർട്ട്. ഭാഗം എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? ഇംഗ്ലീഷിൽക്കാർക്ക് ടൈംസ് എന്നാണ് കേട്ടോ. ഞാൻ ഇനി ഇംഗ്ലീഷിൽ എഴുതിയില്ല എന്ന് എഴുതി പേടിക്കേണ്ട. ടൈംസ് ആൻഡ് പാർട്ട്. മടങ്ങെന്ന് വെച്ചാൽ പാർട്ട് കേട്ടോ. അപ്പം എന്താ? ഇവിടെ 2 എണ്ണവും ഇവിടെ 8 എണ്ണവും ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പം ഇതിൻ്റെ 4 മടങ്ങ് കൂടുതലാണ് ഈ പേന അല്ലേ? ഈ പാക്കറ്റിനേക്കാൾ 4 മടങ്ങ് കൂടുതലാണ് ഈ പാക്കറ്റ്. എങ്ങനെയാ? മൊത്തം 8 എണ്ണമല്ലേ? ഇവിടെ 2 എണ്ണമല്ലേ? 2 2 2 2 2 4 6 8. മൊത്തം എത്ര മടങ്ങാണ്? 1 2 3 4 മടങ്ങ് കൂടുതലാണ്. ഇപ്പോൾ പിടികിട്ടിയോ നിങ്ങളെ? എങ്ങനെയാണ് 4 വന്നതെന്ന്? എന്ന് വെച്ചാൽ ഇവിടെ 2 ഉള്ളൂ അല്ലേ? ഈ 2 എണ്ണം വെച്ച് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 8 എണ്ണം ഉണ്ട്. അപ്പം 2 2 2 2 മൊത്തം എത്ര? 4 മടങ്ങ് ഇവിടെ കൂടുതലാണ്. എങ്ങനെ പറയും? 4 ടൈംസ് എന്നാണ്. 4 ടൈംസ്. മടങ്ങെന്ന് വെച്ചാൽ അറിയണേ, ടൈംസ് കേട്ടോ. ഇനി ഇങ്ങോട്ടാണെങ്കിലോ, ഇതിൻ്റെ 4-ൽ ഇപ്പം നമ്മൾ 4 പറഞ്ഞില്ലേ? അപ്പം 4-ൽ 1 ഭാഗം മാത്രമാണ് ഇതെന്ന്. എന്താ? 2. ഈ 4 എണ്ണത്തിൻ്റെ ഒരു ഭാഗം ഏതാവും നിങ്ങളെ? 2 അല്ലേ? ആ 4 എണ്ണത്തിൻ്റെ വെറും 1 ഭാഗം മാത്രമാണ് ഈ 2 എന്നാണ് പറയുന്നത്. ഇങ്ങോട്ടുള്ള ആരെ കണ്ടോ? നിങ്ങളുടെ ടെസ്റ്റ് എടുത്ത് വെച്ച് വേണേ കുഞ്ഞുങ്ങളെ പഠിക്കുക. ഇത് പഠിക്കാതെ നമ്മൾ അങ്ങോട്ട് പോയത് കൊണ്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ? അതായത് 2 പേനയുടെ പാക്കറ്റ് ഇരിക്കുക. സംശയമില്ലല്ലോ. 2 പേനയുടെ പാക്കറ്റ്. ഒരു പാക്കറ്റിൽ 2 പേനയും ഒരു പാക്കറ്റിൽ 8 പേനയുമാണ്. സംശയമില്ലല്ലോ. അപ്പോൾ പറയാണ് ഇത് 2ഉം ഇത് 8ഉമാണ്. അവർ പറയുക, ഈ 2 ഇരുന്ന് പറയുക, എന്നേക്കാൾ നീ 6 കൂടുതലുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എന്നേക്കാൾ നീ 6 എണ്ണം കൂടെ കൂടുതലുണ്ട്. മൊത്തം 8 എണ്ണം വന്നില്ലയോ? അപ്പോൾ കൂടുതലുണ്ട്. അപ്പോൾ തിരിച്ചു പറയുക, നീ 6 എണ്ണം കുറവാണല്ലോ എന്ന് തിരിച്ചും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ എങ്ങനെ പറയുമെന്നാണ്? എങ്ങനെയാ? 2 ഇവിടെ 2 ഉണ്ട്, ഇവിടെ 8 ഉണ്ട് അല്ലേ? അപ്പം 4 ടൈംസ്. 4 ടൈംസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാവും നിങ്ങളെ? ഇത് 2 അല്ലായിരുന്നു. അപ്പോൾ 2 വെച്ച് നമ്മൾ എടുക്കുമ്പം 2 2 2 എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ കാണുന്നുണ്ടോ? 2 2 2 2 അപ്പോഴല്ലേ 8 എണ്ണം ആവുന്നത്. അപ്പം 4 1 2 3 4 മടങ്ങ് കൂടുതലാണ്. അതിനെ എങ്ങനെ നമുക്ക് പറയാം? 4-ൽ 1 ഭാഗമാണ് ഈ പാക്കറ്റ് എന്ന്. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? പടം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത പിക്ചർ നോക്കി. ഈ ഇവയുടെ ഭാരങ്ങൾ നോക്കിയോ നിങ്ങളെ? ഒന്ന് 5 കിലോഗ്രാമാണ്. 5 കിലോഗ്രാം. മറ്റൊന്നോ 15 കിലോഗ്രാമാണ്. ഇവ എങ്ങനെ നമുക്ക് ടൈംസും പാർട്ടുകൾ മാറ്റാൻ പറ്റും? ടൈംസും പാർട്ടുമായിട്ട് എങ്ങനെ മാറ്റാൻ പറ്റും? നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? തന്നെയൊക്കെ ഒന്ന് നോക്കണേ. എങ്ങനെ പറ്റും? ഇവിടെ എത്ര ഉണ്ടോ നിങ്ങളെ? ഒരെണ്ണത്തിൽ 5 എണ്ണം അല്ലേ? ഒരെണ്ണത്തിൽ 5 എണ്ണം. ഒരെണ്ണത്തിലോ
15 അല്ലേ? അപ്പം ചെറിയതിനേക്കാൾ എത്ര മടങ്ങ് കൂടുതലാണ് ഈ 15? എത്ര ടൈംസ് എടുക്കും കുഞ്ഞുങ്ങളെ? ഒന്ന് പറഞ്ഞേ, എത്രയും കൂടിയാണ്? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? എത്ര മടങ്ങ് കൂടുതലാണ്? 3 മടങ്ങ് കൂടുതലാണ്. 5ൻ്റെ 3 അല്ലേ? 5 × 3 അല്ലേ 15? എത്രയാണ്? 3 മടങ്ങ് കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? 3. അങ്ങനെയാണെങ്കിൽ തിരിച്ച് 15ൻ്റെ എത്ര ഭാഗമാണെന്ന് നമ്മൾ പറയാം? ഈ 5ൻ്റെ 3 മടങ്ങെന്ന് പറയുമ്പോൾ എങ്ങനെയാ? 3 ടൈംസ് അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? 3 ടൈംസ് അങ്ങനെ പറയണം അല്ലേ? അപ്പോൾ തിരിച്ചാകുമ്പോഴോ? തിരിച്ചെങ്ങനെ പറയും? ഇങ്ങനെ ഇത് ഓർത്താൽ മതി. ഇത് കണ്ടോ, 4 മടങ്ങ് ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങോട്ടോ 1/4 ഭാഗം അല്ലേ? ഇത് നോക്കിക്കേ, 15ൻ്റെ ഇങ്ങോട്ടാകുമ്പോൾ നമ്മളപ്പോൾ അതിനെ എന്തോ പറയും? ബാക്കി എന്തോ പറയും? തിരിച്ച് പറയണം അല്ലേ? എങ്ങനെ പറയും? ഇത് 3/1 അല്ലേ? അപ്പോൾ എങ്ങനെയാ? 1/3 എന്ന് പറയണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതെങ്ങനെയാ? ഇത് 3/1 ഇത് 1/3 വന്നതെന്ന് മനസ്സിലായോ? മുമ്പ് നമ്മൾ പഠിച്ചില്ലേ? എങ്ങനെയാ? 5ൻ്റെ 3 മടങ്ങ്. 5 എന്ന് 3 വട്ടം വന്നപ്പോഴല്ലേ 15 ആയത് അല്ലേ? 5ൻ്റെ 3 മടങ്ങാണ് 15. അപ്പം നമ്മൾ 3 എന്ന് പറഞ്ഞതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്? 3/1 ആണ് ഇല്ലേ? മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു സംഖ്യ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ എന്തുണ്ടെന്ന് വിചാരിച്ചു? 1. അതിൻ്റെ നേരെ ഇങ്ങോട്ടുള്ള റെസിപ്രോക്കൽ, നമ്മളെ പാഠത്തിൻ്റെ പേര് റെസിപ്രോക്കൽ അല്ലേ? അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതിനെ നേരെ തല തിരിച്ചങ്ങ് ഇട്ടാൽ മതി. കൂടുതൽ നിങ്ങൾ ആലോചിച്ച് ഒന്നും അറിയാൻ വയ്യാതെ ആക്കണ്ട. അതാണ് ഇത്രയേ ഉള്ളൂ നിങ്ങളെ. അതിവിടെ ചെയ്തു തന്നിട്ടുണ്ട്. ഇത് 5 ഇത് 15 അല്ലേ? 5ൻ്റെ 3 മടങ്ങാണ് 15 അല്ലേ? അതിങ്ങോട്ട് കഴിഞ്ഞാൽ നേരെ തലതിരിച്ചാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? തെറ്റിപ്പോവല്ലേ, തിരിഞ്ഞു പോവല്ലേ? 1/3. ഒന്നുകൂടെ വേണേൽ പറയാം കുഞ്ഞുങ്ങളെ. ഇത് 5 ഇത് 15. അതിന് സംശയമില്ലല്ലോ. 5ഉം 15ഉമാണ്. അതായത് 5ൻ്റെ 3 മടങ്ങാണ് എന്താ 15 എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഈ 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ എന്തുണ്ട്? 3/1 എന്നുണ്ട്. അപ്പോൾ അത് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ എന്താണ്? അത് റെസിപ്രോക്കലിലാണ് പോകുന്നത്. എങ്ങനെ വരും? 1/3 എന്ന് വരും. ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി കുഞ്ഞുങ്ങളെ. കൂടുതൽ പഠിച്ച് ഉള്ളതൂടെ കളയണ്ട കേട്ടോ. മനസ്സിലായോ? അത് തന്നെ അവരിങ്ങനെ ചെയ്ത് കാണിച്ചിരിക്കുക. അതുകൊണ്ട് 4 മടങ്ങ് ഇനി അത് വേറെയാണ്. നോക്കിക്കേ, 2ൻ്റെ 4 മടങ്ങ് 8. അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ നോക്കിയേ, 2ൻ്റെ 4 മടങ്ങ് 8 എങ്ങനെയാണ് പറയുന്നത്? 2ൻ്റെ 4 മടങ്ങാണ്. അതായത് 2 × 4 8 ആണ്. അങ്ങനെയും ചിന്തിക്കാം അല്ലേ? 2 × 4 8 ആണ്. അപ്പോൾ അതിനെ തിരിച്ച് നമ്മൾ എങ്ങനെ പറയും? നമ്മൾ പറഞ്ഞു 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 4/1 ആണ് അല്ലേ? അപ്പോൾ അതിനെ നേരെ തല തിരിച്ചങ്ങിട്ടാൽ മതി. കൂടുതൽ ആലോചിക്കേണ്ട കേട്ടോ. അത് നേരെ തല തിരിച്ചിട്ടാൽ മതി. എന്താ? 1/4 ഭാഗം. ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അതാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമുള്ളൂ കേട്ടോ. ഇത്രയും ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ചോദ്യം നോക്കിക്കേ. ഇതിൻ്റെ നേരെ തല തിരിച്ചങ്ങ് ഇട്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ലേ? റെസിപ്രോക്കൽ. ഇവിടെ നമ്മൾ 4 വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 4/1 എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും തിരിച്ച് ഇങ്ങോട്ട് അല്ലേ? ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷുകാർക്കും മലയാളം മീഡിയക്കാർക്കും ടെസ്റ്റ് ഓൾറെഡി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒട്ടും മനസ്സിലാവാത്തവർക്കാണ് ഞാൻ ഈ മെത്തേഡ് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ നേരെ തല തിരിച്ച് എഴുതുന്നതാണ്. ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി 5ൻ്റെ 3 മടങ്ങ് 15 പറയുന്നു. അടുത്ത നോക്കിക്കേ, 5ൻ്റെ 3 മടങ്ങ് 15. 3 എന്നല്ലേ പറഞ്ഞത്? 3 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങളെ? 3/1 എന്നാണ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ 15ൻ്റെ എത്ര ഇരിക്കും? എത്ര ഭാഗമായിരിക്കും? 5 3ൽ 1/3. ഇത് നേരെ തലതിരിച്ചിട്ട് എന്താ? 1/3. ഇപ്പോൾ പിടികിട്ടിയോ? ഒരുപാടങ്ങ് ആലോചിച്ചാൽ ചിലപ്പം ഇതെല്ലാം കൂടെ ഈ ടെസ്റ്റിലാണെങ്കിൽ ഒത്തിരിയും പാർട്ടായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അങ്ങ് ചിവത്തേട് വരും. കാരണം ഒത്തിരിയും രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അനദർ വേ, മറ്റൊരു രീതി, ഈ രീതി ഇതൊക്കെ. അപ്പം നിങ്ങൾ ഈ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. നോക്കിയോ ഞാൻ ഇവിടെ 2ൻ്റെ എത്ര മടങ്ങാണ് 8 ചോദിച്ചാൽ 2ൻ്റെ 2 × 4 ആണ് 8. 2ൻ്റെ 4 മടങ്ങാണ് 8. അത് ഓക്കെ ആണോ? അങ്ങനെ ആണെങ്കിൽ ആ 4 നിങ്ങൾക്ക് മേളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ, അതിൻ്റെ അർത്ഥം 4/1 എന്നല്ലേ? ആ ഒരൊറ്റ ക്ലൂ ഓർത്താൽ മതി. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? അതിൻ്റെ നേരെ തലതിരിച്ചതായിരിക്കും. അത്രയും മാത്രം ഓർത്താൽ മതി. ഇവിടെ അതുപോലെ 5ൻ്റെ എത്ര മടങ്ങാണ് 15? 5 × 3 ആണ് 15 ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ആ 15 ഈ 3നെ നേരെ തലതിരിച്ച് റെസിപ്രോക്കലിൽ 1/3. അത്രയും മാത്രം ഓർത്താൽ മതി നിങ്ങളെ.
കേട്ടോ. ഇത് ഓരോരുത്തരും ചെയ്തപ്പോൾ തെറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നത്. മിക്ക കുട്ടികളും ചെയ്യുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ, ഇത് പല രീതിയിൽ പല മെത്തേഡുകൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവർക്ക് തന്നെ ഒരു കിളി പോയ രീതിയിലാണ് ചില കുട്ടികളുടെ ഇരിപ്പ് കാണും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഈ ഒരൊറ്റ രീതി നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നത്, അപ്പോൾ തെറ്റത്തില്ല കേട്ടോ. അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ, ഒരു പാത്രത്തിൽ 10 ലിറ്റർ വെള്ളം കൊള്ളും. ഒരു പാത്രത്തിൽ 10 ലിറ്റർ വെള്ളം കൊള്ളും. വെള്ളം കൊള്ളിക്കുന്നതിന് മുമ്പേ നമുക്ക് പാത്രമൊക്കെ എടുത്തോണ്ട് വരാം. വേണ്ടേ, അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഞാൻ പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നോക്കൂ ഞങ്ങളെ, എ വെസൽ ഹോൾഡ് 10 ലിറ്റർ ഓഫ് മിൽക്ക്, ദ അനദർ വെസൽ ഹോൾഡ് 15 ലിറ്റർ. ഇംഗ്ലീഷിൽ തന്നെ പറയണോ? എ വെസൽ ഹോൾഡ് 10 ലിറ്റർ ഓഫ് മിൽക്ക്, അനദർ വെസൽ ഹോൾഡ് 15 ലിറ്റർ. ഇൻ വാട്ട് ആൾവേസ് ക്യാൻ യു സ്റ്റേറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം as times and part? To fill the large vessels, how many times should we fill and empty the small vessel? വല്ലോ മനസ്സിലായോ? അതായത് ഒരു പാത്രത്തിൽ 10 ലിറ്റർ വെള്ളം കൊള്ളും, മറ്റൊരു പാത്രത്തിൽ 15 ലിറ്റർ. ഇവ തമ്മിലുള്ള ബന്ധം മടങ്ങും ഭാഗവുമായും എങ്ങനെയെല്ലാം പറയാം? വലിയ പാത്രം നിറയ്ക്കാൻ ചെറിയ പാത്രം എത്ര തവണ നിറച്ച് ഒഴിക്കണം എന്നാണ് നമ്മുടെ ചോദ്യം. വല്ലതും പിടികിട്ടിയോ കുഞ്ഞുങ്ങളെ? ഇവിടെ ആകെ പിടിയിട്ട് 2 പാത്രം ഉണ്ടെന്ന് പിടികിട്ടിയല്ലേ? അതാ കുഞ്ഞുങ്ങളെ, നോക്കിക്കേ, ഒരു ചോദ്യം കാണുന്നുണ്ടോ? ഒരു പാത്രത്തിൽ 10 ലിറ്റർ വെള്ളം കൊള്ളും. ജസ്റ്റ് ഞാനൊരു പാത്രം വരച്ച് വെക്കാം, അപ്പം നിങ്ങൾക്ക് ഓർത്താലോ ചിലപ്പോൾ എൻ്റെ പാത്രം കണ്ടിട്ടുന്നുണ്ട്. ഇതൊരു പാത്രമാണെന്ന് വിചാരിക്കുക. കാണാൻ പറ്റുന്നുണ്ടോ? പാത്രം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? പേന വെച്ച് വരയ്ക്കണം, പേന വെച്ച് വരയ്ക്കും. ഇതിലും ഭേദം പെൻസിലായിരുന്നില്ലേ? ഇതൊരു പാത്രം, ഓക്കെ ആണോ? ഓക്കെ. ഈ പാത്രത്തിൽ 10 ലിറ്റർ വെള്ളം കൊള്ളും, 10 ലിറ്റർ വെള്ളം കൊള്ളും. മറ്റൊരു പാത്രത്തിൽ 15 ലിറ്റർ വെള്ളം കൊള്ളും. ഇച്ചിരിയുടെ വലിയ പാത്രം ആയിക്കോട്ടെ. ഇതിന് 15 ലിറ്റർ വെള്ളം കൊള്ളും. ഇവ തമ്മിലുള്ള ബന്ധം മടങ്ങും ഭാഗവും ടൈംസും പാർട്ട് അല്ലേ ആയി എങ്ങനെയെല്ലാം? ഇംഗ്ലീഷ് ഓർത്തോണേ നിങ്ങളെ, ഇതിൻ്റെ ടൈംസ് പിന്നെ ഏതാ പാർട്ട് അല്ലേ, എത്ര ഭാഗമായിട്ടാണെന്നല്ലേ. ഹൗ മെനി ടൈംസ് ഷുഡ് വി ഫിൽ ആൻഡ് എംറ്റി ദ സ്മാൾ വെസൽ. മടങ്ങും ഭാഗവുമായി എങ്ങനെയെല്ലാം പറയാം? വലിയ പാത്രം നിറയ്ക്കാൻ ചെറിയ പാത്രം എത്ര തവണ നിറച്ച് ഒഴിക്കണമെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഇത് നമ്മൾ 10 ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രമാണ്, ഇത് 15 ലിറ്റർ കൊള്ളുന്നതാണ്. ഇത് ഒരു പാത്രത്തിൽ 10 ലിറ്റർ വെള്ളം കൊള്ളും, മറ്റൊരു പാത്രത്തിൽ 15 ലിറ്ററും കൊള്ളും. ഇവ തമ്മിലുള്ള ബന്ധം എങ്ങനെ എഴുതാം? വലിയ പാത്രം, ഈ പാത്രം നിറയ്ക്കാൻ, അതായത് നമുക്ക് ആൻസറിലോട്ട് കയറാം. ഈ പാത്രം നിറയ്ക്കാൻ ചെറിയ പാത്രത്തിൽ എത്ര തവണ നിറച്ചൊഴിക്കണമെന്ന് ക്വസ്റ്റ്യൻ കേട്ടോ നിങ്ങളെ. ഇംഗ്ലീഷിലെ വായിക്കാൻ അറിയാം. അതായത് ഇൻ ഫിൽ ദ ലാർജ് വെസൽസ് ഹൗ മെനി ടൈംസ് ഷുഡ് വി ഫിൽ ആൻഡ് എംറ്റി ദ സ്മാൾ വെസൽ. എന്താ നിങ്ങളെ? വലിയ പാത്രം 15 ലിറ്റർ അല്ലേ, അത് നിറയ്ക്കാൻ ഈ ചെറിയ പാത്രം എത്ര തവണ നിറച്ചൊഴിക്കണമെന്ന്. അതായത് ഇതിനകത്തിൽ 10 ലിറ്റർ കൊള്ളും, സംശയമില്ലല്ലോ. എത്ര കൊള്ളും കുഞ്ഞുങ്ങളെ? 10 ലിറ്റർ. ആ 10 ലിറ്റർ വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക. എന്താണ്? നമുക്കൊരു പാത്രം തന്നെ വരയ്ക്കാം. നേരത്തെ അത് ക്വസ്റ്റ്യനായിട്ട് ഇരുന്നോട്ടെ. ഈ 10 ലിറ്ററിലെ വെള്ളം നമ്മളെന്താ ഈ പാത്രത്തിലോട്ട് ഒഴിക്കുക. 10 ലിറ്ററിലെ വെള്ളം നമ്മൾ ഒഴിച്ചു, 10 ലിറ്റർ. അപ്പം ഇതിനകത്തിൽ ഫുള്ള് 10 അല്ലേ, അപ്പം ഞാൻ ഇവിടെ വരെ 10 ലിറ്റർ ഒഴിച്ചെന്ന് വെച്ചോ. ഇതിനകത്തിലെ ഫുള്ള്, കാരണം ഇതിൽ 10 അല്ലേ കൊള്ളത്തുള്ളൂ. ആ 10 ഈ പാത്രം നിറച്ചെടുത്തിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു, 10 ലിറ്റർ ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം എനിക്ക് ഇവിടെ വരെ വെള്ളം കിട്ടി. അപ്പോഴും ഇരിക്കുമല്ലേ, ഇതിൽ എത്ര വരെ കൊള്ളും? 15 ലിറ്റർ വരെ കൊള്ളുമെന്നല്ലേ കുഞ്ഞുങ്ങളെ. അപ്പം എന്താണ്? 5 ലിറ്ററും കൂടി ഇതിൽ കൊള്ളും. അപ്പോൾ ഈ 10ൻ്റെ പകുതിയല്ലേ 5. നമ്മൾ എത്ര വട്ടം ഒഴിച്ചിപ്പം? ഒരു വട്ടം ഒരു പാത്രത്തിലെ ഒഴിച്ചു. ആ ക്ലൂ ഓർത്തോണേ, ഒരു പ്രാവശ്യം ഒഴിച്ചു. സംശയമുണ്ടോ? 10ൻ്റെ ഒരു പ്രാവശ്യം ഒഴിച്ചു. ഇനി നമുക്ക് എത്ര? 5 ലിറ്ററും കൂടി ഇതിൽ കൊള്ളും. അപ്പം നമ്മൾ ഇതിൻ്റെ നേർ പകുതി, എത്ര കുഞ്ഞുങ്ങളെ? അതിൻ്റെ നേർ പകുതിയും കൂടെ ഒഴിച്ചു. അപ്പം നമ്മളെത്ര? 1.5 മടങ്ങ് കേട്ടോ. എത്ര കുഞ്ഞുങ്ങളെ? 1.5 മടങ്ങ്. അത് അവിടാണ് നമ്മുടെ ആൻസർ ഇരിക്കുന്നത്. അത് നിങ്ങൾ തെറ്റിക്കല്ലേ. അതായത് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 10 ലിറ്റർ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ?
ഈ വലിയ 15 ലിറ്ററിൻ്റെ പാത്രത്തിൽ ഈ ചെറിയ 10 ലിറ്ററിൻ്റെ എത്ര വെട്ടം നമുക്ക് ഒഴിക്കാൻ പറ്റുമെന്ന്, എത്ര വെട്ടം ആദ്യം നമുക്ക് നിറച്ചിട്ട് ഫുൾ ഒരു പാത്രം ഇതിലോട്ട് ഒഴിച്ചു. അപ്പം നമ്മൾ ഒരു വെട്ടം ഒഴിച്ചു. പിന്നെ ഒരു വെട്ടം കൂടെ 10 ഒഴിക്കാനുണ്ടോ? 10 ലിറ്റർ ഒഴിക്കാൻ ഇല്ല. പിന്നെ എത്ര? 5ആണ്. അപ്പം അതിൻ്റെ പകുതി എടുത്തു. അപ്പം നമുക്ക് എത്ര? 1.5 കിട്ടിയോ? ഇനി ഒരിക്കലും എന്താണ് മിക്സർ ഫ്രാക്ഷൻ, അതായത് ഇങ്ങനെ 3 എണ്ണം വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതിനെ നമ്മൾ എന്താക്കണം? ഇംപ്രോപ്പർ ആക്കണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിനകത്തിൽ പഠിച്ച ഓർമ്മയുണ്ടോ? അതായത് 1 × 2 + 1 എങ്ങനെയാ വരുന്നത്? താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്നതിനെ കൂട്ടണം. പേടിക്കേണ്ട കുഞ്ഞുങ്ങളെ, മിക്സർ ഫ്രാക്ഷൻ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. അതായത് എന്താ, നമുക്ക് ഇങ്ങനൊരു 3 എണ്ണം തരികയാണെങ്കിൽ നിങ്ങളുടെ ജോലി ആ ലെഫ്റ്റിൽ കിടക്കുന്നതിനെ താഴെ കിടക്കുന്നത് കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1 × 2 എന്നിട്ട് മുകളിൽ കിടക്കുന്നത് കൊണ്ട് കൂട്ടുക. 1 × 2 + 3 ബൈ താഴെ എന്താണോ ഇട്ടിരുന്നത് അത് തന്നെ താഴെ കൊടുക്കുക. അപ്പം നമ്മുടെ ആൻസർ 3/2 കിട്ടി. എത്ര കിട്ടി? 3/2 കിട്ടി. അപ്പം പിടി കിട്ടിയോ? അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? നമുക്ക് പാത്രത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ എഴുതാം? ഇപ്പോൾ 10ൻ്റെ എത്ര ഒഴിച്ചു എന്നല്ലേ നമ്മുടെ ചോദ്യം. ഇവിടെ 10, ഇത് 15. നമ്മൾ എത്ര വെട്ടം ഒഴിച്ചെന്നാൽ ഇപ്പം നമുക്ക് കിട്ടിയ ആൻസർ 3/2. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് എത്ര ഒഴിച്ചു കുഞ്ഞുങ്ങളെ? 3/2. ഇതിന് സംശയം വല്ലതും ഉണ്ടോ ഈ 3/2 കിട്ടിയത് എങ്ങനെയാണെന്ന്? അതായത് ഞാൻ ഒരെണ്ണേ പഠിപ്പിച്ചുള്ളിൽ നിങ്ങളത് പഠിക്കേണ്ട കുഞ്ഞുങ്ങളെ. എന്താണ്? ഒരു 2 പാത്രം, ഒന്നിൽ 10ഉം ഒന്നിൽ 15ഉം കൊള്ളുവെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിൽ എത്ര വെട്ടം നമുക്ക് ഇതിനകത്തിലോട്ട് വെള്ളം ഒഴിക്കാൻ പറ്റുമെന്നാണ്. ഒരു നിറ എടുത്തിട്ട്, അതായത് ഒരു ഫുൾ എടുത്തിട്ട് നമ്മൾ ഒഴിച്ചു അല്ലേ? ഫുൾ ഒഴിച്ചു. പക്ഷെ പിന്നെ ഇതിനകത്തിൽ കാരണം 15ൻ്റെ പാത്രമല്ലേ, അപ്പം നമുക്ക് എന്താ ഒരു 5ഉം കൂടി പറ്റും. അപ്പോൾ 10ൻ്റെ പകുതിയല്ലേ 5, അപ്പോൾ ഹാഫും കൂടി എടുത്തു. അതാണ് ഇവിടെ 1.5 വന്നത്. 1ഉം 1/2 1.5 വന്നത് എങ്ങനെയാണെന്ന് സംശയമുണ്ടോ? ഇനി ഈ 1.5 നമ്മൾ എന്ത് ചെയ്തു? 1.5 അതാണ്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങളെ? അതായത് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇങ്ങനെയൊക്കെ കേട്ട് നിങ്ങൾ പേടിക്കണ്ട, ഇതൊക്കെ ഉള്ളതാണ് ഈ സംഭവങ്ങൾ. നിങ്ങൾ ഇതിനെ ഇങ്ങനെ ചെയ്യുന്ന രീതി അങ്ങ് പഠിച്ചാൽ മതി. 3 എണ്ണം തന്നു കഴിഞ്ഞത്, അതായത് മിക്സർ ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമെന്നാണ് ഇതിൻ്റെ പറയുന്നത്. ഇനി അത് നിങ്ങൾ കേട്ടിട്ടില്ലാത്തവർ പേടിക്കണ്ട. താഴെ കിടക്കുന്ന സംഖ്യയെ ഗുണിക്കണം, ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്ന സംഖ്യയെ അങ്ങ് കൂട്ടിയാൽ മതി. എത്ര? 1 × 2 2 2 + 1 3. ഈ താഴെ എത്രയാണോ തന്നത് അത് തന്നെ അങ്ങ് എഴുതുക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എത്ര കണ്ടോ? എത്ര കുഞ്ഞുങ്ങളെ? എത്ര ടൈംസാ? എത്ര മടങ്ങാ? 3/2 ടൈംസ്. അപ്പോൾ അതിൻ്റെ നേരെ മുമ്പ് നമ്മൾ പഠിച്ചില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? റെസിപ്രോക്കലായിരിക്കും ഇങ്ങോട്ട്. എത്ര ആയിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 2/3. ഇത്രയേ ഉള്ളൂ സംഭവം. 3/2 ഓഫ്. ഇപ്പോൾ പിടികിട്ടിയോ? ടെസ്റ്റിലുണ്ടത്. ടെസ്റ്റിൽ അതെ 2/3 ഭാഗം. ഈ ടൈംസ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? മടങ്ങെന്നാണ്. എന്താ കുഞ്ഞുങ്ങളെ? മടങ്ങ്. ഇംഗ്ലീഷും മലയാളവും കൂടെ ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഇത് വന്നത്. മടങ്ങ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗം കേട്ടോ. അതായത് 2 പേർക്കും മനസ്സിലാകത്തക്ക രീതി പറയുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷുകാർ മാത്രമാണ് പഠിപ്പിക്കുന്നെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ പെട്ടെന്ന് പറഞ്ഞ് അങ്ങ് പോകാം. അല്ലെങ്കിൽ മലയാളംകാർ മാത്രമാണെങ്കിൽ മലയാളം. അത് ഞാൻ 2ഉം കൂടി മിക്സ് ചെയ്ത് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയം. ഇത് ഓക്കെ ആണോ നിങ്ങളെ? അതായത് പാത്രത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഓക്കെ ആണോ? ചെറിയ പാത്രത്തിൽ നിന്ന് വലിയ പാത്രത്തിലോട്ട് ഒഴിച്ചു. അപ്പോൾ നമ്മൾ 1.5 വെട്ടം നമ്മൾ ഒഴിച്ചു. ആദ്യം ഒരു ഫുൾ ഒഴിച്ചു, പിന്നെ ഇതിൻ്റെ പകുതിയും കൂടെ മതിയായിരുന്നു. അതുകൊണ്ടാണ് 1.5 വന്നത്. 3/2 വന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണോ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വിശ്വസിക്കുന്നു. അപ്പോൾ ആ 3/2 ഈ ചെറുതിൽ നിന്നും വലുതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ചെറുതിൽ നിന്നും വലുതിലോട്ടാണ്. അപ്പം നമുക്ക് എത്ര കിട്ടി? 3/2 കിട്ടി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് റെസിപ്രോക്കലായിരിക്കും ഇവിടെ കിട്ടുന്നത് 2/3 ഭാഗം. ഇപ്പം പിടികിട്ടിയോ നിങ്ങളെ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യവും കൂടെ. ഇന്നത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികളെ, പക്ഷേ സമയം നമുക്ക് തികയുമോ നോക്കോ. ദ ലെങ്ത് ഓഫ് എ റോപ്പ് ഈസ് 4 മീറ്റർ. The length of another rope is 14 meter. How do we state the relation between them as times and part? ഒരു കയറിൻ്റെ നീളം, കയർ പിടിക്കാം നമ്മൾ എന്താ മുമ്പ് പാത്രം എടുത്തോണ്ട് നമുക്ക് കയർ പിടിക്കാം. നോക്കൂ നിങ്ങൾ, എന്തൊക്കെ ക്വസ്റ്റ്യൻ അല്ലേ. ഒരു കയറിന് നോക്കിയേ, ഒരു റോപ്പ്, ഫസ്റ്റ് റോപ്പ് ഇതൊരു കയറാന്ന് വിചാരിക്കേ. ഈ കയറിൻ്റെ നീളം നോക്കൂ നിങ്ങളെ 4 മീറ്ററാണ്.
ഓക്കെ ആണോ? ഇനി നോക്കിയേ, മറ്റൊരു കയറിൻ്റെ വലിയൊരു കയറുണ്ട്. ഈ കയറിൻ്റെ നീളം 14 മീറ്ററുമാണ്. ഇവ തമ്മിലുള്ള ബന്ധം എഴുതാൻ നോക്കാം. എങ്ങനെ ചെയ്യാം? അതായത് എങ്ങനെ എഴുതും? വല്ല പിടുത്തം ഉണ്ടോ? കണ്ടിട്ട് ഉണ്ടോ നിങ്ങളെ? അതായത് ഈ ചെറിയ റോപ്പിൽ നിന്നും ഈ വലിയ റോപ്പ് വരെ എത്ര വരെ വേണമെന്ന്. ഇപ്പം 14 അല്ലേ ഇവിടെ എത്ര? 4. അപ്പം നമുക്ക് നോക്കാം. ഈ 4 ഒരു വെട്ടം ഞാൻ കൊടുത്തു, അപ്പം 4. അടുത്ത 2 വെട്ടം കൊടുത്തു, ഇപ്പം എത്ര? 8. 3 വെട്ടം കൊടുത്തു, എത്ര? 12 അല്ലേ? അപ്പം എത്ര വരേണ്ടത്? 14 വരേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ 4ൻ്റെ എത്ര മടങ്ങാണ് 14 എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു 4 ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒരു 4 2 4 8 3 4 12 4 16 പക്ഷെ നമുക്കിവിടെ എത്ര വെച്ചാൽ 14 അല്ലേ? അപ്പം എന്താ? 3 വെട്ടം 3 4 12. അപ്പം 3 കിട്ടി. കാരണം 4 ആയപ്പോൾ 16 അപ്പം നമുക്ക് 3 കിട്ടി. 3 4 12 അല്ലേ? ബാക്കി ഒരു 2 കൂടി ഇല്ലേ? അതെന്താണ്? ഇതിൻ്റെ പകുതിയല്ലേ കുഞ്ഞേ? 4ൻ്റെ പകുതിയല്ലേ? അപ്പോൾ നമ്മളെന്താ? ഹാഫ് അല്ലേ? അതിൻ്റെ പകുതി കൂടി എടുത്തു. ഈ റോപ്പിൻ്റെ പകുതി കൂടി എടുത്തു. പകുതി. അപ്പോൾ ഇവിടെ എത്ര? 1 2 3 കിട്ടിയായിരുന്നു അല്ലേ? 3ഉം അതിൻ്റെ പകുതി. മുമ്പേ നമ്മൾ പറഞ്ഞു ഇങ്ങനെ 3 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്? എങ്ങനെയാ? മിക്സർ ഫ്രാക്ഷനിലെ മുമ്പ് ചെയ്ത രീതിയിൽ ഇംപ്രോപ്പർ എന്ത് ചെയ്യണം? താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്നതിനെ കൂട്ടി ബൈ 2. ഇത് അറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങളെ. ഈ കണക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇത് അറിയുക എന്നുള്ളത്. 3 × 2 6 6 + 1 7 7/2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ചെയ്യാം. എങ്ങനെയാ കുഞ്ഞുങ്ങളെ? അതായത് എത്രയായിരുന്നു ചോദ്യം? 4/14 അല്ലേ? ഓക്കെ, 4 അതായത് ഇവിടെ ഏതിലോട്ടാണോ പോകുന്നത്? 14 അല്ലേ? 14/4 എങ്ങനെ ചെയ്യാം? ഒന്നുകിൽ ഇങ്ങനെയും ചെയ്യാം. എങ്ങനെയാ? 14 4 ഏതിൻ്റെ ടേബിളിൽ വരും കുഞ്ഞുങ്ങളെ? 2ൻ്റെ വരത്തില്ലേ? എത്ര? 7 2 14 എത്ര? 2 2 4. അപ്പോൾ ഇവിടെ ആരാ ഇവിടെ വന്നത്? 7/2. ഇങ്ങനെ എഴുതാം. എങ്ങനെയായാലും നമുക്ക് ആൻസർ കിട്ടി 7/2. തിരിച്ച് 14 നിന്നും 4ലോട്ട് പോകണം അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 4ൽ നിന്നും 14ലോട്ടല്ലേ നമുക്ക് പോകേണ്ടത്? 4 14. ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പം നമുക്ക് എത്ര കിട്ടി? ഇതാണ് നിങ്ങളെ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഇത് എത്ര? 7/2 കിട്ടി അല്ലേ? അപ്പം നമ്മൾ റെസിപ്രോക്കലിലോട്ട് പോയാലോ? തിരിച്ച് അങ്ങോട്ട് പോയാലോ എത്ര കിട്ടും? 2/7 കിട്ടും. ഇതാണ് ആൻസർ. അപ്പോൾ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റെസിപ്രോക്കൽ നേരെ തിരിച്ചായിരിക്കും. ഇത് ടെസ്റ്റിൽ ഒരുപാട് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എളുപ്പ വഴി വെച്ച് ഞാൻ ഈ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഇപ്പോൾ എനിക്കും അറിയത്തില്ല. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഒരു കയറിൻ്റെ നീളം എന്താണ്? 4 മീറ്ററാണ് അല്ലേ? ചെറിയ കയറിൻ്റെ നീളം 4ഉം വലിയ കയറ് 14ഉമാണ്. അപ്പം ഇതിൻ്റെ എത്ര മടങ്ങാണ് 14 എന്നാണ്? നമ്മൾ ഒരു വട്ടം കൊടുത്തു, 1 2 വട്ടം കൊടുത്തു. അതിനാ ഞാനിവിടെ ടേബിൾ വെറുതെ ഒന്ന് എഴുതി കാണിച്ചു. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള ഡൗട്ട് മാറാൻ വേണ്ടി കേട്ടോ. അപ്പം എത്ര? 3 വട്ടമായപ്പോൾ 12 3 വട്ടമായപ്പം 12 പിന്നെ എവിടാ? 4 അല്ലേ? അപ്പം അതിൻ്റെ പകുതിയും കൂടെ വേണം അല്ലേ? 4ൻ്റെ പകുതി കൂടി വേണം. അതാണ് അവിടെ പകുതി കൊടുത്തത്. 3/2 വന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കല്ലേ. 3/2 മറ്റേടത്ത് 1/2 വന്നല്ലോ. അതൊക്കെ പകുതി എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ 3/2 നമ്മൾ എന്ത് ചെയ്യണം? മിക്സഡിലാണ് തന്നിരിക്കുന്നതിന് അതിനെ അങ്ങ് എന്തോക്കണം? ഇംപ്രോപ്പറിലോട്ട് മാറ്റുമ്പം 7/2. നമ്മുടെ ആൻസർ ഒരുവിധം കിട്ടി. 7/2 ആയി അല്ലേ? അപ്പം 4ൽ നിന്നും 7/2 ആണ് ഇങ്ങോട്ടുള്ളത് കേട്ടോ. അത്രയും മടങ്ങ്. തിരിച്ചോ? റെസിപ്രോക്കലിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെയാവും നിങ്ങളെ? റെസിപ്രോക്കൽ എത്ര മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, എത്ര പാർട്ടാണല്ലേ? എത്ര മുകളിൽ തരുന്നത് ടൈംസും താഴെ തരുന്നത് പാർട്ടും അത് തിരിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പം 7/2ൻ്റെ റെസിപ്രോക്കൽ 2/7. ഇത്ര അറിയാമല്ലോ. നമുക്ക് ഒരു കണക്കൂടെ ചെയ്യാം കേട്ടോ. ബാക്കി അടുത്ത ലിങ്കിലിടാം. കാരണം 34 ടെക്സ്റ്റ് ബുക്ക് നോക്കുക. സുമ ഹാസ് 16 rupees വിത്ത് ഹെർ. സഫീർ ഹാസ് 4 rupees.
വാട്ട് പിന്നെ എന്താ നിങ്ങളെ വാട്ട് പാർട്ട് ഓഫ് സുമാസ് മണി ഡസ് സഫീർ ഹാവ്, ഹൗ മെനി ടൈംസ് സഫീർസ് മണി ഡസ് സുമ ഹാവ്. അല്ല മനസ്സിലായോ? അതായത് സുമയുടെ കയ്യിൽ 16 രൂപയുണ്ട്, സഫീറിൻ്റെ കയ്യിൽ 4 രൂപയും. ഈ സുബയുടെ കയ്യിലുള്ളതിൻ്റെ എത്ര ഭാഗമാണ് സഫീറിൻ്റെ കയ്യിലുള്ളത്, സഫീറിൻ്റെ കയ്യിലുള്ളതിൻ്റെ എത്ര ഭാഗമാണ് സുമയുടെ കയ്യിൽ ഉള്ളത്? മനസ്സിലായോ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എഴുതാം. ആരാദ്യമേ നമുക്ക് സുമയുടെ കയ്യിൽ എത്ര ഉണ്ട്? 16 ഉണ്ട് അല്ലേ? പിന്നെ സഫീറിൻ്റെ കയ്യിൽ 4 ഉണ്ട് അല്ലേ? നമുക്കിങ്ങനെ ചെയ്യാതെ എളുപ്പമുണ്ട്. സുമയുടെ കയ്യിൽ 16 ഉണ്ട്, ഇത് സുമയാണ്. സഫീറിൻ്റെ കയ്യിലോ 4 ഉണ്ട് അല്ലേ? സുമയുടെ കയ്യിലുള്ളതിൻ്റെ എത്ര ഭാഗമാണ്? അപ്പോൾ സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? അപ്പോൾ എമൗണ്ട് ഓഫ്, നിങ്ങൾ സ്റ്റെപ്പ് കൂടെ എഴുതണം കേട്ടോ. ഞാൻ ഒന്നിന് സ്റ്റെപ്പ് എഴുതിയില്ലെന്ന് തോന്നുന്നു. എമൗണ്ട് ഓഫ് സുമയുടെ കയ്യിൽ, സുമയുടെ കയ്യിലുണ്ട് എത്ര? 16 റുപ്പീസ് അല്ലേ? റുപ്പീസ്. ഇനിയോ എമൗണ്ട് ഓഫ്, ഇനി ആരുടെ ആയിരുന്നു? സഫീർ. എമൗണ്ട് ഓഫ് സഫീർ എന്നല്ലേ? SAFER മലയാളം. അപ്പം മലയാളത്തിൽ എങ്ങനെ എഴുതും? സഫീറിൻ്റെ കയ്യിലുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അല്ലേ? ഓരോരുത്തരെയും. സഫീർ ഹാസ് എത്ര ഉണ്ട്? 4 രൂപ. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? 4ഉം 16ഉം അല്ലേ? 4 കയ്യിലായിരുന്നു സഫീർ അല്ലേ? സഫീറിൻ്റെ കയ്യിൽ. ഈ ഒരു ക്ലൂ അറിഞ്ഞിരുന്നാൽ മതി, ആരുടെ കയ്യിൽ ഒക്കെയാണ് അല്ലേ? സഫീറിൻ്റെ കയ്യിൽ നിന്ന് എത്ര മടങ്ങാണ് പിന്നെ സുമയുടെ കയ്യിലുള്ളത്? അത് കാണുമ്പോഴേ നമുക്കറിയാം എത്ര കുഞ്ഞുങ്ങളെ? 4 മടങ്ങാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 മടങ്ങ്. നമുക്കറിയാം 4 എന്ന് എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ആദ്യം പഠിച്ചു. എന്താ? 4/1 ആണ്. ഇത് എളുപ്പ വഴിയാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. നിങ്ങളെ ടീച്ചർമാർ ഇങ്ങനെ ഒന്നും പഠിപ്പിക്കുന്ന എനിക്കറിയത്തില്ല. ഇത് എളുപ്പ വഴി മാത്രമാണ്. 4ൻ്റെ 4 മടങ്ങാണ് 16 അല്ലേ? അപ്പോൾ അതിനെ തിരിച്ച് നമ്മൾ എങ്ങനെ പറയാം? തിരിച്ച് റെസിപ്രോക്കലിലാകുമ്പോൾ എങ്ങനെ പറയാം കുഞ്ഞുങ്ങളെ? ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞേ. ഇതിൻ്റെ നേരെ തല തിരിച്ചാൽ എത്ര കുഞ്ഞുങ്ങളെ? 1/4. ഇതിന് ഒരുപാട് സ്റ്റെപ്പുണ്ട് പഠിക്കാൻ. പഠിപ്പിക്കുന്നതും പല സ്റ്റെപ്പിൽ പല രീതിയിലും ഇതിനെ പഠിപ്പിക്കാം കേട്ടോ. ഓരോ ടീച്ചർമാരും ഓരോ രീതിയിലായിരിക്കും ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് പഠിപ്പിക്കുന്നുണ്ട് ഇത് തെറ്റാണോ, ഇത് ശരി അത് തെറ്റാ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. പല രീതിയിലും ഇത് പഠിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ സഫീർ ഹാവ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സഫീറിൻ്റെ കയ്യിൽ സഫീർ ഹാവ് 1/4 പാർട്ട് ഓഫ് സുമാസ് മണി അല്ലേ? സുമാസ് മണി. അതുപോലെ തന്നെ സുമ ഹാവ് എത്ര? 4 ടൈംസ് ദ മണി. ആരാ? സഫീറിൻ്റെ അല്ലേ? സഫീർ ഹാവ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ ഇവിടെ വേർഡ് പ്രോബ്ലം ആയിരുന്നു അല്ലേ? അതായത് എത്ര കിട്ടി നമുക്ക് ഈ ഒരു ഇത് കിട്ടാമെങ്കിൽ, എത്ര മടങ്ങാന്ന് കിട്ടാമെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ വേറെ ഒരുപാട് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? ഇപ്പോൾ ഇന്ന് ഒരുപാട് സമയമായി നിങ്ങളെ റെസിപ്രോക്കലിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ എടുത്തത്. പക്ഷേ എടുത്തെടുത്ത് വന്നപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തു. നിങ്ങൾക്കിത് മനസ്സിലായെന്നുണ്ടെങ്കിൽ മനസ്സിലായെന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ നിങ്ങളെ. എന്നിട്ട് നമുക്ക് ബാക്കി ഇടാം കേട്ടോ. മനസ്സിലായെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. എന്നിട്ട് ഞാൻ ബാക്കി അത് കണ്ടിട്ട് ഇനി ഞാൻ അതിൻ്റെ ബാക്കി ഇടണം വേണ്ട എന്ന് തീരുമാനിക്കാം കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ചെയ്യാതിരുന്ന് കാണുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.